T. Judges, please note code letter C on the dais. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, ദാറുൽ ഇർശാദ് സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായ ഇസ്തിഫ എന്ന സംരംഭത്തിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് ഞാനൊരു കഥ പറയാം. ഞാൻ പറയുന്ന കഥയുടെ പേര് ഒരു വൃദ്ധയായ മാതാവിനെ കിതുമത്തെടുത്ത മകൻ അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാമും അല്ലാഹു തആലയും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഓ നാഥാ, എൻ്റെ സ്വർഗത്തിൻ്റെ കൂട്ടുകാരൻ ആരായിരിക്കും? അല്ലാഹു തആല പറഞ്ഞു, നിന്റെ സ്വർഗത്തിൻ്റെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചിവെട്ടുകാരനാണ്. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാം അതാ പ്രസ്തുത നാട്ടിലേക്ക് യാത്രയായി. ധാരാളം മലകളും തോടുകളും താണ്ട പ്രസ്തുത നാട്ടിലേക്ക് എത്തി. അവിടെ എത്തി അന്വേഷണത്തിന് മാത്രം ഒരു സ്വാലിഹായ ഒരു ഇറച്ചിവെട്ടുകാരൻ അവിടെ ഇല്ല എന്നായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിനൊക്കെ കിട്ടിയ മറുപടി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും യാത്രയായി. അന്വേഷണത്തിന് ഒടുവിൽ ഒരു ഇറച്ചിവെട്ടുകാരനെ കണ്ടുപിടിച്ചു. അയാളോട് കടയിലെത്തി. കുറച്ചു സമയത്തിന് ശേഷം ഇതല്ലായിരിക്കും എൻ്റെ സ്വർഗത്തിൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അല്പം മാറി നിന്നു. വീണ്ടും കുറച്ചു സമയത്തിന് ശേഷം ആ കടയുടെ അടുത്തു പോയി നിന്നു. അപ്പോൾ ആ മനുഷ്യൻ ധാരാളം ആൾക്കാർക്ക് ഇറച്ചി വെട്ടി കൊടുത്തു. അതിൽ നിന്ന് അല്പം ഇറച്ചി മാത്രം മാറ്റിവെച്ച് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ആരാണ്? ഞാൻ യാത്രക്കാരനാണ്. എന്തിനാണ് വന്നത്? വെറുതെ വന്നതാ. എവിടുന്നാണ് വന്നത്? ഇസ്രായേലിൽ നിന്ന് വന്നതാ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് പോകാനെങ്കുമ്പോൾ ആ മനുഷ്യന് പറഞ്ഞു, പോലെ, നിങ്ങൾ ഇന്നെൻ്റെ അതിഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും യാത്രയായി. നടന്ന് 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 ഒരു അടങ്ങി താമസിച്ച വീട്ടിന് മുമ്പിലെത്തി. ആ വീട്ടിൻ്റെ വാതിലിനെ ആ മനുഷ്യൻ തല്ലി തുറന്ന് മൂസാ നബി അലൈഹി സ്വലാമിനെ സ്വീകരിച്ചു. ശേഷം ആ മനുഷ്യൻ കൊണ്ടുവന്ന ഇറച്ചിയെ അടുക്കലിൽ കൊണ്ടുപോയി കഴുകി കഷ്ണമാക്കി അടുപ്പിലാക്കി. ശേഷം മൂസാ നബി അലൈഹി സ്വലാമിനോട് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ല, ഈ വീട്ടിൽ നീ അല്ലാതെ വേറെ ആരുമില്ലേ? ആ മനുഷ്യൻ ഉണ്ടെന്നായിരുന്നു നൽകിയ മറുപടി. അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും അടുക്കലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഒരു വൃദ്ധയായ മാതാവിനെ താങ്ങിക്കൊണ്ട് വന്ന് ഒരു കസേരയിൽ ഇരുത്തി. ശേഷം എങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞുടെ വായിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് ആ മാതാവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. പിന്നീട് കുറച്ച് വെള്ളമെടുത്ത് ആ മാതാവിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നീട് ആ മാതാവിനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം ധരിപ്പിച്ചു. ആ മാതാവിനെ അവിടെ കിടത്തി അവിടെ ചെയ്ത എല്ലാ വിസർജ്യത്തിനും നീക്കി ശുദ്ധിയാക്കി. പിന്നീട് ആ മനുഷ്യൻ വെളിയിലേക്ക് പോയി. എപ്പോഴും ആ മാതാവിൻ്റെ ആധാരങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കും. ഇത് മൂസാ നബി അലൈഹി സ്വലാം ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ആ മാതാവ് പറയുന്നത്? അറിയാമോ സഹോദരങ്ങളെ, യാ റബ്ബന, എൻ്റെ ഈ ശോധനീയമായ സമയത്ത് എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ പൊന്നുമകനെ നീ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ സ്വർഗത്തിലാക്കണേ അല്ലാ എന്നായിരുന്നു ആ മാതാവിൻ്റെ പ്രാർത്ഥന. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം സന്തോഷഭരിതനായി. പിന്നീട് ആ മകനെ മൂസാ നബി അലൈഹി സ്വലാം അടുക്കലേക്ക് വിളിച്ചു ചോദിച്ചു, ഞാൻ ആരാന്ന് അറിയാമോ? അന കലിമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അന കലിമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, ഞാൻ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഇത് കേട്ടപ്പോൾ ആ മകൻ സന്തോഷഭരിതനായി. ആ മകന്റെ കണ്ണീര് വരച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അണയിച്ചു. ശേഷം മൂസാ നബി അലൈഹിസ്സലാം അവിടെ സലാം പറഞ്ഞുകൊണ്ട് പോയി. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കഥയിലുള്ള ഗുണപാഠം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്താൽ നമുക്ക് അതിന് അല്ലാഹു തആല തീർച്ചയായും ഉത്തരം നൽകും. നമ്മുടെ മാതാപിതാക്കളുടെ ഗുരുത്വവും പുരുത്വം വാങ്ങിയ കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ കൊച്ചു കഥയെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അജ്ഞതയുടെ അന്ധകാരത്തിൽ സത്യത്തിൻ്റെ, സഹനത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ കഥകൾ പഠിപ്പിച്ച